പിടിയില്ലാത്ത ബാറ്റും കൊണ്ട് സിക്സർ അടിക്കാൻ ശ്രമിച്ചാൽ ഈ കുടുംബ ടീമിൽ നിന്ന് നീ പുറത്താകും. പിന്നെ വല്ല മാട്ട ടീമിന് വേണ്ടി കളിക്കേണ്ടി വരും. എന്താണ് അങ്ങനെ പറഞ്ഞത്? ഓഹോ, അപ്പൊ നീ മാത്രമൊന്നും അറിഞ്ഞില്ലല്ലേ? എടി, ഇവനും അപ്പുറത്തെ വീട്ടിലെ രമണിയും തമ്മിലുള്ള വൺ ഡേ മാച്ച് നാട്ടിൽ മുഴുവൻ കമന്ററി ആടി, കമന്ററി. നേരാണ് ഏട്ടാ. അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ കപ്പിനുള്ള മാച്ച് ഒന്നും അല്ല, പിന്നെ വെറും ഫ്രണ്ട്ലി മാച്ച്. കപ്പത്തോട്ടത്തിനുള്ളിലാണോടാ നിന്റെ ഫ്രണ്ട്ലി മാച്ച്? ഇതവളുടെ അപ്പനെങ്ങാനും അറിഞ്ഞാൽ നിന്റെ മിഡിൽ സ്റ്റംപ് ഓടിക്കും. അച്ഛാ, അച്ഛന്റെ ബോളിംഗ് ബൗണ്ടറി കിടക്കുന്നു. നിർത്തടാ, ഇനിയും നീ ഇവിടെ നിന്ന് സംസാരിച്ചാൽ നീ ആയിരിക്കും ബൗണ്ടറിക്ക് പുറത്ത്. അച്ഛാ, ഓടാ. ഒന്ന് നിർത്തുന്നുണ്ടോ? ഈശ്വര, ഒരു മഴ വന്ന് ഈ മാച്ച് ഒന്ന് മാറ്റി വച്ചിരുന്നെങ്കിൽ ഈ ഗ്രൗണ്ടിൽ നിറഞ്ഞു നിൽക്കുന്ന എന്റെ കഴുത്തിൽ എന്നൊരു ടെസ്റ്റ് താലി വീഴും. എന്റെ ടെസ്റ്റ് പരമ്പര ദൈവങ്ങളെ. മോളെ, അച്ഛാ, അച്ഛനോട് കുറെ കാലമായി ഞാൻ പറയുന്നു, എന്റെ ബൈക്കൊന്ന് മാറ്റി എനിക്കൊരു ഗവാസ്കാർ വാങ്ങിത്തരണമെന്ന്. ഇവിടെ ധോണിയും പങ്കായവും വാങ്ങാൻ കാശില്ലാതിരിക്കുമ്പോഴാ അവന്റെ ഒരു ഗവാസ്കാർ. ഇങ്ങനെയാണെങ്കിൽ ഈ കുടുംബ ടീമിൽ കളിക്കാൻ എനിക്ക് മനസ്സില്ല. ഞാൻ പോയി വല്ല സിനിമയിൽ അഭിനയിക്കാൻ പോവാ. അവന്റെ ഒരു സിനിമ? എടാ, സിനിമയിൽ അഭിനയിക്കണമെങ്കിലും ക്രിക്കറ്റ് കളി അറിഞ്ഞിരിക്കണം. എങ്കിലേ നിനക്ക് CCL പോയി ലാലേട്ടനൊപ്പം കളിക്കാൻ പറ്റൂ. അച്ഛാ, അച്ഛൻ ഈ പറയുന്നത് നേരാണോ? അതേടാ മക്കളെ, പണ്ടൊക്കെ സിനിമയിൽ വരാൻ കലാപ്രതിഭയോ നാടകമോ മിമിക്രിയോ അങ്ങനെ എന്തെങ്കിലും മതിയായിരുന്നു. ഇപ്പൊ ട്രെൻഡ് മാറി മോനെ, ഇപ്പൊ ക്രിക്കറ്റ് നിർബന്ധമാടാ. അച്ഛാ, ഇങ്ങനെ പോയാൽ വരും കാലങ്ങളിൽ ഇന്ത്യൻ ടീമിൽ കളിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട സിനിമാ താരങ്ങളായിരിക്കും. ഇനി പറ, എന്താ നിന്റെ ഫ്യൂച്ചർ പ്ലാൻ? എന്തായാലും സിനിമയിലേക്കില്ല. എനിക്ക് ക്രിക്കറ്റ് കളിക്കാൻ അറിയില്ല അച്ഛാ. എന്നാ നിന്റെ കാര്യം കാംബ്ലി. എന്ത്? വിനോദ് കാംബ്ലി എന്ന്. എന്ത് പറ്റി ഗൂഗ്ലി, എന്ത് പറ്റി? അച്ഛാ, ഇത് ലക്ഷണം വെച്ച് നോക്കുമ്പോ ഗർഭം ഗംഭീറാവാനാണ് സാധ്യത. ഗർഭം ഗംഭീർ. മോളെ, അച്ഛൻ എനിക്ക് മാച്ച് തരണം. ഞാനൊരാളെ സ്നേഹിച്ചു പോയി അച്ഛാ. സത്യം പറയടി, ആരാടി അവൻ? അയാൾ ഒരു പത്താനാണച്ചാ. ഓഹോ, യൂസഫ് പത്താൻ. ഇല്ല, ഞാനതിന് സമ്മതിക്കില്ല. എന്തുകൊണ്ട്? കളിക്കാൻ എത്ര അവസരങ്ങൾ കൊടുത്തിട്ടും നന്നാവൂലെന്ന് പറഞ്ഞ് ടീമിൽ ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്നവനെ ഞാൻ എങ്ങനെ വിശ്വസിക്കും? മാത്രവുമല്ല, അവൻ ഫുൾ ടൈം ഔട്ട് ഓഫ് ഫോമിലുമാടി. പറയടി, അവനാണോ നിന്റെ ഈ ട്രോഫിയുടെ സ്പോൺസർ? ഇല്ല, ഞാൻ പറയില്ല. പറയടി. ഇല്ല, ഞാൻ പറയില്ല. എന്തുകൊണ്ട് പറയില്ല? ഒരു ഓവറിൽ എത്ര ബോൾ ഉണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ പറയും. ഒരു ടീമിൽ എത്ര അംഗങ്ങൾ ഉണ്ടെന്ന് ചോദിച്ചാൽ അതും ഞാൻ പറയും. പക്ഷേ ഗാലറിയിൽ ഇരിക്കുന്ന കാണികളുടെ എണ്ണം ഞാൻ എങ്ങനെ എണ്ണി പറയും അച്ഛാ? മാറ്റിവെച്ച മാച്ച് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്തതായി റജിയെയും സ്റ്റാൻലിയെയും വേദിയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവർക്കും നമസ്കാരം. റിയാലിറ്റി ഷോ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ കുട്ടികളടക്കം മുതിർന്നവരടക്കം റിയാലിറ്റി ഷോയുടെ അടിമകളാണ്. കാരണം പണ്ടൊക്കെ കാരണവന്മാരോട് നമ്മുടെ വീട്ടിലുള്ള മാതാപിതാക്കളോട് ചോദിച്ചാൽ അവർ പറയുന്നത് തങ്ങളുടെ മക്കളെ ഡോക്ടർ, എഞ്ചിനീയർ, വക്കീൽ ഇങ്ങനെയൊക്കെ ആക്കണമെന്നായിരുന്നു. പക്ഷേ കാലം മാറിയപ്പോൾ റിയാലിറ്റി ഷോയുടെ പിറകെ പോയി നമ്മുടെ മക്കൾക്ക് ഇന്ന് ഒരുപാട്, അല്ലെങ്കിൽ വീട്ടിലുള്ള കലാകാരന്മാർക്കും കലാകാരികൾക്കും ഒരുപാട് അവസരങ്ങൾ കിട്ടാറുണ്ട്. ഈ റിയാലിറ്റി ഷോയിലെ വിധികർത്താക്കളെല്ലാം തന്നെ നമുക്ക് പരിചയമുണ്ട്. അത്തരത്തിലുള്ള റിയാലിറ്റി ഷോയിലെ കുറെ താരങ്ങളെയും ഒക്കെ കോർത്തിണക്കൊണ്ടുള്ള ഒരു പ്രോഗ്രാമിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഈ പ്രോഗ്രാമിന്റെ ഉദ്ഘാടനം ചെയ്യാൻ എത്തുന്നത് മലയാളത്തിന്റെ മെഗാസ്റ്റാർ ലഫ്റ്റനന്റ് കേണൽ പത്മശ്രീ ഭരത് മോഹൻലാൽ. നമ്മളെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മളുടെ പ്രിയപ്പെട്ട ലാലേട്ടനെ ഈ വേദിയിലേക്ക് ഒരു നിറഞ്ഞ കയ്യടിയോടെ നമുക്ക് സ്വാഗതം ചെയ്യാം. മേജർ മഹാദേവൻ. ആകാശം ചിന്നിച്ചിറരാം, യോദ്ധാക്കളിലായോധനവീര്യം പകരാം, 522 പട്ടാളക്കാർ,
ഈ കാർഗിൽ യുദ്ധത്തിൽ രാജ്യത്തിന് വേണ്ടി ജീവൻ കൊടുത്തു. മരണഭയമല്ല തോന്നുന്നത്, തിരിച്ചടിക്കാനുള്ള ആത്മവീര്യവും ലക്ഷ്യം പിടിച്ചെടുക്കാനുള്ള ആവേശവുമാണ്. അതിനിടയിലാണ് നമ്മുടെ അവസാനമെങ്കിൽ സൈനിക വ്യൂകളിൽ നിന്ന് ആലപിക്കുന്ന ലാസ്റ്റ് പോസ്റ്റും ഗൺ സല്യൂട്ടും ഏറ്റുവാങ്ങി ഈ നാടിനോട് വിട പറയുന്നതിൽ നമ്മൾ അഭിമാനിക്കുന്നു. ഇതിലാദ്യം മരിച്ചത് ആരാണെന്നറിയില്ല, പക്ഷെ ഇതുപോലെ മരിച്ചു വീഴുന്നവർ പകർന്നു തരുന്ന ആത്മവീര്യവും കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള കോടിക്കണക്കിന് ജനങ്ങളുടെ പ്രാർത്ഥനയും കൂടി ഉള്ളപ്പോൾ പിടിച്ചെടുത്തിരിക്കും സാർ. നമ്മുടെ സമാധാനത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ധീരയോദ്ധാക്കൾക്ക് വേണ്ടി ഒരു ഇന്ത്യൻ എന്ന നിലയിൽ ഒരൊറ്റ കണ്ണീർ, ഒരു ആശ്വാസത്തിലെങ്കിലും let us shed one drop of tear for the soldiers who laid there today for our tomorrow. Jai Hind, Jai Hind, Jai Hind. അങ്ങനെ നമ്മുടെ പ്രോഗ്രാമിന് ഒരു തുടക്കമായി. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ റിയാലിറ്റി ഷോയിലേക്ക് കടന്നു ചെല്ലാം. ഒരുപാട് താരങ്ങളെ നമുക്കറിയാം, ഗായകരെയും ഒരുപാട് മത്സരാർത്ഥികളെയും എല്ലാം നമുക്ക് പരിചയമുണ്ട്. എന്നാൽ മഞ്ച് സ്റ്റാർസ് എന്ന പ്രോഗ്രാമിൽ കൂടി നമ്മളുടെ മുന്നിലേക്ക് കടന്നു വന്ന അല്ലെങ്കിൽ നമ്മൾ പരിചയപ്പെട്ട ഒരു മജീഷ്യനാണ് മജീഷ്യൻ ഗോപിനാഥ് മുതുകാട്. ലോകം മുഴുവൻ അംഗീകരിച്ച ഒരു വലിയ മഹാപ്രതിഭ. അദ്ദേഹത്തിന്റെ ശബ്ദം മലയാളികൾക്കും കൊച്ചുകുട്ടികൾക്കും ഒരുപാട് ഇഷ്ടമാണ്. അദ്ദേഹത്തിന്റെ സ്വരസിദ്ധമായ സംഭാഷണത്തിൽ പറയുകയാണെങ്കിൽ, വിഷ്ണു, മാജിക് എന്ന് പറയുന്നത് ഒരു ജാലവിദ്യയാണ്, റൈറ്റ്? വിഷ്ണു അങ്കിളുടെ കൈകളിലേക്ക് നോക്കുക. അങ്കിളുടെ കയ്യിൽ 10 രൂപ പോലുമില്ല, റൈറ്റ്? വേണിച്ചേട്ടന്റെ പോക്കറ്റിൽ ഒരു 100 രൂപയുണ്ട്. അത് അങ്കിൾ വന്നപ്പോഴേ നോട്ടമിട്ടിരുന്നു. വിഷ്ണുവിന്റെ പോക്കറ്റിൽ ഒരു 10 രൂപയുമുണ്ട്. ഇതും അങ്കിൾ കണ്ടിരുന്നു. ഇനിയാണ് അങ്കിൾ മാജിക് കാണിക്കാൻ പോകുന്നത്. അങ്കിൾ മാജിക് കാണിക്കുമ്പോൾ കൂട്ടുകാർ നന്നായിട്ട് കൈയടിക്കണം. അങ്ങനെ അങ്കിളുടെ മാജിക് ആരംഭിക്കുകയാണ്. ഈ 2 നോട്ടും നിങ്ങൾ 2 പേരും കാണാതെ അങ്കിൾ അടിച്ചു മാറ്റി അങ്കിളുടെ കീശയിലാക്കിയിരിക്കും. എന്നിട്ട് ഈ ഫ്ലോർ വിട്ട് ഓടിപ്പോയിരിക്കും. ദിസ് ഇസ് മാജിക്. മാജിക് എന്ന് പറഞ്ഞാൽ ഒരു അടിച്ചു മാറ്റി പ്രക്രിയയാണ്. വിഷ്ണുവിന് അങ്കിൾ അടുത്ത ആഴ്ച നല്ലൊരു കഥ പറഞ്ഞുകൊണ്ട് ബാക്കി പൈസയും കൂടി അടിച്ചു മാറ്റാം. ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ നമുക്കറിയാം, മലയാള സിനിമയ്ക്ക് കിട്ടിയ ഒരു സൗഭാഗ്യം എന്ന് പറയാം. മലയാളത്തിന്റെ പ്രിയപ്പെട്ട അമ്പിളിച്ചേട്ടൻ ജഗതി ഒരു അപകടത്തിൽപ്പെട്ട മലയാള സിനിമയിൽ നിന്നും സ്വല്പം വിട്ടു നിൽക്കുകയാണെങ്കിലും ശക്തമായ ഒരു തിരിച്ചുവരവിനായി കാത്തു നിൽക്കുകയാണ് മലയാളികൾ എല്ലാവരും. അദ്ദേഹത്തിന്റെ കിലുക്കം എന്ന ചിത്രം നമ്മളുടെ എല്ലാ മനസ്സുകളിൽ ഇന്നുമുണ്ട്. അതിലെ നിശ്ചൽ എന്ന ഫോട്ടോഗ്രാഫർ ഈ വേദിയിലേക്ക് വരികയാണ്. കാണാം നമ്മളുടെ പ്രിയപ്പെട്ട അമ്പിളിച്ചേട്ടനെ. கட்டணம் சொன்ன வாடா, எந்த கட்டள சிங்க கட்டள சும்மா இருடா. ரேசில் நம்ம ராசா எந்த குதிரைக்கு எதிரி, வட்டி ப்ளூ பிளாக்கி அவன் அடிச்சிடும் பரிசு நிறைய லாக் பெரும் ஜாப்பா. பிறகு இந்த பட்டணம் சொந்தமாக்கி பொட்டி கட்டு கொண்டாடோ. ஊட்டி பட்டணம் ஓட்டி கட்டண சொன்ன வாடா, எந்த கட்டட சிங்க கட்டட சும்மா இருடா இருடா. മലയാളികളുടെ സ്വകാര്യമായ അഹങ്കാരം പത്മശ്രീ ഡോക്ടർ KJ യേശുദാസ്. ദാസേട്ടന്റെ ശബ്ദം എല്ലാ മലയാളികൾക്കും ഇഷ്ടമാണ്. അദ്ദേഹം പറയുകയാണെങ്കിൽ, സംഗീതം നമ്മുടെ മനസ്സില് ഈശ്വരൻ നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ ഒരു വരദാനാണ് സംഗീതം. അപ്പൊ ആ ഒരു സംഗീതത്തെ നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കുന്നു, എങ്ങനെ പൂജിക്കുന്നു, അതുപോലാണ് ഓരോ മനുഷ്യരിലും ഈശ്വരൻ വസിക്കുന്നത്, സംഗീതം വസിക്കുന്നത്. നമ്മൾ ജാതിയുടെയും മതത്തിന്റെയും പേരില് വെറുതെ കലഹിക്കാതെ നമ്മുടെ ഈ മണ്ണ് ഈശ്വരന്റെ മണ്ണാണ്, നമ്മൾ എല്ലാവരും ഈശ്വരന്റെ മക്കളാണെന്നുള്ള വലിയൊരു ബോധ്യം നമ്മൾ എല്ലാവരിലും ഉണ്ടാവണം. പരസ്പരം വഴക്കടിക്കാതെ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന ഒരു വിശ്വാസത്തോടു കൂടി എല്ലാവരിലും ഉണ്ടാവണം. ഇവിടെയുള്ള എല്ലാവർക്കും ഈശ്വരൻ, ജഗദീശ്വരൻ ഒരുപാട് നന്മ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. അപ്പൊ അദ്ദേഹത്തിന്റെ പാട്ടുകളെ പറ്റി പറഞ്ഞാല് ജാതിഭേദമില്ലാതെ എല്ലാവരും എത്തുന്ന
ശബരിമല ശാസ്താവിനെ പാടിയുറക്കാൻ കഴിഞ്ഞതാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പുണ്യം എന്ന് ദാസേട്ടൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു കീർത്തനം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും അദ്ദേഹത്തിന്റെ ശബ്ദത്തിലെ ആ ഒരു കീർത്തനമാണ്. നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഹരിവരാസനം വിശ്വമോഹനം ഹരിധീശ്വരം ആരാധ്യപാദുകം ഹരിവിമർദ്ദനം നിത്യനർത്തനം ഹരിഹരാത്മജം ദേവമാശ്രയേ കളമൃദുസ്മിതം സുന്ദരാനനം കളഭകോമളം ഗാത്രമോഹനം കളഭകേസരീ വാജിവാഹനം ഹരിഹരാത്മജം ദേവമാശ്രയേ ഹരിഹരാത്മജം ദേവമാശ്രയേ ഹരിഹരാത്മജം ദേവമാശ്രയേ. ഇങ്ങനെ പാടിപ്പോകുമ്പോൾ നമുക്കറിയാം മലയാള സിനിമയിൽ വ്യത്യസ്തമാർന്ന ശബ്ദങ്ങൾക്ക് എപ്പോഴും സ്ഥാനമുണ്ട്. ഒരു കാലഘട്ടത്ത് യുവാക്കളുടെ ഇടയിലേക്ക് പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെട്ട ഒരു ശബ്ദമായിരുന്നു മലയാള സിനിമയിലേക്ക് ഓടിയെത്തിയ ഒരു കറുത്ത മുത്തന് ശബ്ദം, ജാസി ഗിഫ്റ്റ്. ജയരാജ് സംവിധാനം ചെയ്ത ഫോർ ദ പീപ്പിൾ എന്ന ചിത്രത്തിലൂടെ നമുക്ക് എല്ലാവർക്കും ശ്രദ്ധേയനായ അദ്ദേഹത്തിന്റെ ഒരു ശബ്ദം വളരെ വ്യത്യസ്തമാണ്. അദ്ദേഹത്തിന്റെ ഒരു പാട്ടിലേക്ക് നമുക്ക് ശ്രദ്ധിക്കാം. അന്നക്കിളി നീ എന്നിലെ വർണ്ണക്കനവേറി വന്നു, കന്നിക്കിളി നീ എന്നിൽ പൊൻതൂവൽ വീശി നിന്നു, അന്തിക്കടവത്തെ അമ്പിളിക്കൊമ്പിൽ കള്ളിക്കുയിലായി നീ പാടി, തുള്ളിത്തിരതുള്ളും തുള്ളാറക്കാത്തിൻ മാനായി മാറി മാനായി മാറി. അന്നക്കിളി നീ എന്നിലെ വർണ്ണക്കനവേറി വന്നു, കന്നിക്കിളി നീ എന്നിൽ പൊൻതൂവൽ വീശി നിന്നു. താങ്ക് യു. കയ്യില് താങ്ക് യു. ഇനി അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു, മലയാള സിനിമയിലെ പഴയ കാലഘട്ടങ്ങളിലേക്ക് കടന്നു ചെന്നാൽ പ്രേം നസീറിനും സത്യനുമൊപ്പം മധുവിനും ഒപ്പം എല്ലാവരുടെയും മനസ്സുകളിലേക്ക് കടന്നു വന്ന ഒരു വില്ലനാണ് മലയാള സിനിമയിൽ മുതൽക്കുട്ടികളുമായി ചങ്ങാത്തം കൂടി ഒരുപാട് തിളങ്ങുന്ന ബൾബുകളും വലിയൊരു ഗുഹയ്ക്ക് മുന്നിൽ തന്റെ സ്ഥാനം ഉറപ്പിച്ച മലയാളത്തിന്റെ പ്രിയപ്പെട്ട ജോസ് പ്രകാശ്. അദ്ദേഹത്തിന്റെ രൂപവും ഭാവവും എല്ലാം നമുക്കറിയാം. വലിയൊരു വെൽബോട്ടം പാന്റും കൊമ്പൻ മീശയും കറുത്ത കണ്ണാടിയും ഒക്കെ വെച്ചുള്ള അദ്ദേഹത്തിന്റെ ആ വില്ലനിസം നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. അദ്ദേഹത്തിന്റെ ഒരു ഗാനരംഗത്തിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. Bloody bugger. Hey,
പഴയകാല ചിത്രങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം മലയാള സിനിമയുടെ സുന്ദരനായ സുമുഖനായ നടൻ പ്രേം നസീർ ഒരുപാട് ഗാനങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹം നിറഞ്ഞു നിന്ന കാലഘട്ടങ്ങളിൽ കോളേജ് ക്യാമ്പസുകളുടെ ഹരമായി മാറിയ മറ്റൊരു കഥാപാത്രമുണ്ടായിരുന്നു വിൻസെന്റ്. വലിയ പുള്ളികളുള്ള പൂക്കളുള്ള ഷർട്ടും വെള്ള ബെൽബോട്ടം പാൻറ്റുമിട്ട് കോളേജ് കുമാരിമാരുടെ മനം കവർന്ന ആ നായകൻ ഇന്നും മലയാളികളുടെ മനസ്സിലുണ്ട്. ആ ഒരു നായകനെ ഒരിക്കൽ കൂടി നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. വിൻസെന്റ്. ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ഈ ജഗതിച്ചേട്ടന്റെ ഒരു ക്യാരക്ടർ നമ്മൾ കണ്ടു. എന്നാൽ മലയാള സിനിമയ്ക്ക് അഭിനയത്തിന്റെ പാഠങ്ങൾ പറഞ്ഞു തന്ന ഒരു ചിത്രമായിരുന്നു ഉദയനാണ് താരം എന്ന ചിത്രത്തിലെ സരോജ് കുമാർ എന്ന കഥാപാത്രത്തെ അഭിനയം പഠിപ്പിക്കാനെത്തുന്ന പച്ചാളം ഭാസി എന്ന കഥാപാത്രം. നവരസങ്ങൾ കൂടാതെ സ്വന്തമായി കയ്യിൽ നിന്നിട്ട മറ്റു രസങ്ങൾ കൊണ്ട് മലയാളികളെ കുടുകുടാ ചിരിപ്പിച്ച ആ കഥാപാത്രം ഈ വേദിയിൽ വീണ്ടും പുനർജനിക്കുന്നു. ഞാൻ പച്ചാളം ഭാസി രാജപ്പനെ നവരസങ്ങൾ പഠിപ്പിക്കുകയാണ്. ശീർഷാസനം കഴിഞ്ഞാൽ ഉടൻ പത്മാസനമാണ്. അത് കഴിഞ്ഞാൽ കുക്കുടാസനം, പിന്നെ സർവാംഗാസനം, എല്ലാം കഴിഞ്ഞാൽ ശവാസനമാണ്. പിന്നീടാണ് നവരസങ്ങളിലേക്ക് കടക്കുക. കഠിനമായ പഠനമാണത്. വിശദീകരിക്കാം. ശൃംഗാരം, കരുണം, വീരം, രൗദ്രം, ഹാസ്യം, ഭയാനകം, ബീഭത്സം, അത്ഭുതം, ശാന്തം. ഇവയ്ക്ക് പുറമെ ഞാൻ തന്നെ ഗവേഷണത്തിൽ കണ്ടെത്തിയ 4 രസങ്ങൾ വേറെയുമുണ്ട്. പാഠമധികം, സമയം തുച്ഛം, തടസ്സങ്ങൾ അനുവദനീയമല്ല. ശത്രുവായാലും മിത്രമായാലും. പതഞ്ജലി, ഭരതമുനി. അവസാനമായിട്ട് ഈ വേദിയിലേക്ക് എത്തുന്നത് മലയാള സിനിമയിലെ കരിമ്പനക്കാടുകളെ പിടിച്ചു കുലുക്കിയ കരുത്തുറ്റ കഥാപാത്രങ്ങൾ സമ്മാനിച്ച മലയാളത്തിന്റെ പ്രിയപ്പെട്ട ജയൻ. ഗുഡ്വിൻ ഗ്രൂപ്പിന്റെ 4ാം ജ്വല്ലറി ഉദ്ഘാടനത്തിന്റെ ഈ ശുഭരാത്രിയിലെ ഏറ്റവും ഒടുവിലായി എല്ലാ കലാകാരന്മാരും ഒന്നിക്കുകയാണ് ഈ വേദിയിലൂടെ ഒരു ചെയിൻ സോങ്. അതോടുകൂടി പരിസമാപ്തി കുറിക്കുകയാണ്. ഒരിക്കൽ കൂടി ഹാർദമായ നന്ദി ഏവർക്കും അറിയിക്കുന്നു.
സാംസ്കാരിക പൈതൃകത്തിന് പേര് നേട്ട കേരളത്തിന്റെ ഏത് കാലത്തെയും പകിട്ടും അതേപോലെ തന്നെ ജീവസും തേജസ്സും ഓജസ്സും എല്ലാം തന്നെ മറുനാട്ടിലും ഈ അമ്പർനാഥിലും ചൊരിയുന്ന എല്ലാ തലമുറകൾക്കും നാട്ടിൽ നിന്നെത്തുന്ന എല്ലാ കലാകാരന്മാരുടെയും സ്വർണ്ണപ്രഭയുള്ള ആശംസകളും അഭിനന്ദനവും നേരുന്നു. എല്ലാ കലാകാരന്മാരെയും വേദിയിലേക്ക് ഹാർദമായി ക്ഷണിക്കുന്നു. അൻപ് മലർകളെ നമ്പീരുങ്ങളെ നാളை நமதே நாளை நமதே தர்மமுலகிலே இருக்கும் வரையிலே நாளை நமதே இந்த நாளும் நமதே. தாய் வழி வந்த தங்கங்களெல்லாம் ஓர் வழி சென்ற நேர் வழி சென்றால் நாளை நமதே. காலங்கள் இன்னும் சோலைகள் மலர்ந்து தாய்கனியாக நமக்கென வளர்ந்து நாளை நமதே. நாளை நமதே இந்த நாடும் நமதே. நாளை நமதே இந்த நாளும் நமதே. അത്തമ്പത്തിൽ ചിത്തം നിറയുമ്പോൾ എത്തടത്താൽ പത്തായപ്പുര നിറയെ നേന്ത്രപ്പഴമരിയും വിലയും പച്ചക്കറി പടപട മുതമെന്താളൻ ഓലൻ പുള്ളിമുടി ഇഞ്ചി അങ്ങനെ ഇങ്ങനെ ഓടങ്കാട്ടിലെ പിടി പടിപടി ഓടക്കോടക്കടകവതി കളിതിരി പുലിപതി വള്ളങ്ങൾ തിരുവാണ് തെയ്യവതിന് തുമ്പിപ്പാട്ടും പൊലി 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 പൂക്കാലം പൊലിമയിൽ ഒരുവർ ചിന്തയിൽ ആർക്കും പുരവയും ആർഭാടങ്ങളും ആർക്കും നിറമന സേകും തിരുമന സല്ലോ തിരുവോണം തിരുതാളപ്പൻ. കൊച്ചു പെണ്ണെ കുയിലാളെ